പകൽ വാർത്തയിലേക്ക് വിശദമായി നോക്കിയാൽ വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷക JV ശ്യാമിലിയെ മർദ്ദിച്ച കേസിൽ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ റിമാൻഡ് ചെയ്തു. ബെയിലിനെ സെഷൻസ് കോടതി ഈ മാസം 27 വരെയാണ് റിമാൻഡ് ചെയ്തത്. തൊഴിലെടുത്ത് നടന്ന അതിക്രമത്തെ ഗൗരവമായി കാണണമെന്നും ജാമ്യം നൽകരുതുമെന്നുള്ള പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് കോടതിയുടെ നടപടി. അതേസമയം ബെയിലിന്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. വി അരുൺ വാർത്തയുടെ വിശദാംശങ്ങളായി ചേരുന്നു. അരുൺ, റിമാൻഡിലായിരിക്കുന്നു ബെയിലിൻ. ഈ തല്ലിയ വക്കീൽ കോടതിയിൽ എന്തൊക്കെ വാദമുഖങ്ങളാണ് ഉന്നയിച്ചത്? അരുൺ, എന്തൊക്കെ കാര്യങ്ങളാണ് ബെയിലിൻ കോടതിയെ പ്രധാനമായും ബോധിപ്പിക്കാൻ ശ്രമിച്ചത്? ബെയിലിൻ ദാസിന് മർദ്ദനമേറ്റു എന്നായിരുന്നു പ്രധാനമായും പ്രതിഭാഗത്തിന്റെ വാദം. ബെയിലിൻ ദാസിനെ ശ്യാമിലി ക്രൂരമായി മർദ്ദിച്ചു. ആ മർദ്ദനത്തിൽ ബെയിലിൻ ദാസിന്റെ കണ്ണട പൊട്ടി, ചെവിക്ക് അടിയേറ്റു. ചെവിക്കടിയേറ്റ് മാത്രവുമല്ല, ചെവിയിൽ കേൾവിക്ക് തകരാറുണ്ടായി, ഇൻഫെക്ഷൻ ഉണ്ടായി ചെവിയിൽ. തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഇയാൾ വാദിച്ചത്. തന്റെ ശരീരത്തിൽ ഇങ്ങനെ അക്രമം ഉണ്ടായപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള മർദ്ദനമായിരുന്നു എന്നാണ് പ്രധാനമായും ഇയാൾ വാദിച്ചത്. അത് പക്ഷേ കോടതി ആ രീതിയിൽ പരിഗണനയ്ക്ക് എടുത്തില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇയാളെ 30-ാം തീയതി വരെ റിമാൻഡ് ചെയ്യാൻ ജുഡീഷ്യൽ കസ്റ്റഡി വിടാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. അപ്പോൾ ജാമ്യാപേക്ഷയുമായി അഭിഭാഷകൻ എഴുന്നേറ്റു. ജാമ്യം നാളെ കേൾക്കാം, ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാമെന്ന് പറഞ്ഞ ജാമ്യാപേക്ഷ മാറ്റുകയായിരുന്നു. ഏതായാലും അഭിഭാഷകയെ, സഹപ്രവർത്തകയെ അതിക്രൂരമായി മർദ്ദിച്ച അഭിഭാഷകൻ ബെയിലിൻ ദാസിനെ 14 ദിവസത്തേക്ക് കോടതി ജുഡീഷ്യൽ കസ്റ്റഡി വിട്ടിരിക്കുകയാണ്. 30-ാം തീയതി വരെയാണ് ഇയാളുടെ റിമാൻഡ് കാലാവധി ഉള്ളത്. പക്ഷെ നാളെ ഈ ജാമ്യാപേക്ഷ വീണ്ടും കോടതി പരിഗണിക്കും. ഒരുപക്ഷെ അപ്പോൾ ജാമ്യം ലഭിച്ചേക്കാം. വലിയ പോലീസിനെതിരെ പോലും ഒരു വിമർശന സംഭവമാണ്. കാരണം ജില്ലാ കോടതിയുടെ അധികാര പരിധിയുള്ള സ്ഥലമാണ്. ജില്ലാ കോടതിക്ക് മീറ്ററുകൾ മാത്രം അപ്പുറത്താണ് ഇയാളുടെ ഓഫീസ്. അവിടെയാണ് ഈ ഒരു അക്രമം നടന്നത്. പോലീസ് സ്റ്റേഷൻ വളരെ അടുത്താണ്. എന്നിട്ടും പ്രതിയെ 3 ദിവസത്തോളം പിടിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. പ്രതിയെ സംരക്ഷിക്കാൻ അഭിഭാഷകരുടെ വലിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഈ ബാർ അസോസിയേഷന്റെ ഭാരവാഹികൾ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസ് തടയുകയും ഇയാളെ സംരക്ഷിക്കുകയുമായിരുന്നു. ഇപ്പോൾ ഇയാളെ ആരാണ് ഒളിവിൽ കഴിയാൻ സഹായിച്ചത്? ഇയാളെ ഇന്നലെ പോലീസ് പിടികൂടിയത് തുമ്പയ്ക്ക് സമീപം വെച്ചാണ്, സ്റ്റേഷൻ കടയിൽ വെച്ചാണ്. അവിടെ ആരാണ് ഇയാളെ ഒളിവിൽ പോകാൻ സഹായിച്ചത്, ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നത് ആരൊക്കെയെന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്നലെ പോലീസ് FIR ഉണ്ടായത് വകുപ്പുകൾക്കപ്പുറത്തേക്ക് ഒരു വകുപ്പ് കൂടി, അതായത് ഈ ശ്യാമിലിയുടെ കവിളിൽ എല്ലിന് പൊട്ടലുണ്ട്, ആ വകുപ്പ് കൂടി ചേർത്താണ് ഇയാളുടെ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇതെല്ലാം പരിഗണിച്ചാണ് കോടതി ഇയാൾക്ക് ജാമ്യം നിഷേധിച്ചത്. വി അരുണാണ് വഞ്ചിയൂർ കോടതിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.